എന്റെ മനസ്സിലൊരു ഇന്നെന്താണാവോ പതിവില്ലാത്തൊരു പല്ല് തേപ്പ്. കൂടുതൽ തേക്കല്ലേ വെളുക്കും. ബെസ്റ്റ് പാർട്ടിയാ. എപ്പ തുടങ്ങി ചുറ്റിക്കളി? ചുറ്റിക്കളിയോ? എന്തോന്ന്? പപ്പേട്ടാ, ദാമുവിനോട് വേണോ ഈ ഒളിച്ചുകളി? കാള വാല് പൊക്കും പറഞ്ഞൂടെ പശുവിന് മൂത്രമൊഴിക്കാനാന്ന്? എന്താ ഞാനൊന്ന് കാറ്റുകൊണ്ട് പല്ല് തേക്കാന്ന് വെച്ചു. കാറ്റ് കൊള്ളാൻ ഇവിടെ തന്നെ വന്നിക്കണം. നല്ല കാറ്റാ മുൻവശത്തുണ്ടല്ലോ, അസല് പടിഞ്ഞാറൻ കാറ്റ്. ഒന്ന് പോടാ. പപ്പേട്ടനോട് ദേഷ്യപ്പെടുവൊന്നും വേണ്ട. ഞാൻ എന്തായാലും ഇക്കാര്യം യശോദാമ്മയോട് പറയാൻ പോവാ. ഓ, നീ എന്നെ പറഞ്ഞു പേടിപ്പിക്കാ? ഞാൻ ആള് പെശകാണെ ഞാൻ പറഞ്ഞു. ഒന്ന് പോടാ അവിടുന്ന്. ഞാൻ പറയുവേ. നീ പറ. ഞാൻ പറയും. എന്ന് പറടാ. യശോദാമേ. ഓ, യശോദാമേ, 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 യശോദാമേ. എന്ന് പറഞ്ഞാൽ എങ്ങനെ പപ്പേട്ടാ? അതിന് ഞാനെന്ത് ചെയ്യണമെന്നാ? ഇഷ്ടം തോന്നിയാലേ മനസ്സിലുള്ളത് അങ്ങ് തുറന്ന് പറയണം. പിന്നെ ഇഷ്ടം എനിക്കങ്ങനെ ഇഷ്ടമൊന്നുമില്ല. പിന്നെ അവക്കങ്ങനെ ഇഷ്ടം പറ്റുമോ തോന്നുമെങ്കിൽ ഞാനിപ്പോ എങ്ങനെ 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 നമ്പർ ഇറക്കൽ എന്റെ പപ്പേട്ടാ. എടാ, എനിക്കിതിലൊന്നും ഒരു പരിചയമൊന്നുമില്ല, അതുകൊണ്ടാ. പിന്നെ മുൻപരിചയം വെച്ചോണ്ടല്ലേ എല്ലാവരും പ്രേമിക്കാൻ പോണത്? അല്ല, ഇത്ര കാര്യങ്ങളുടെ പ്രശ്നമൊന്നല്ലെന്നേ. എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞുതരണമെന്ന് പറഞ്ഞാൽ വലിയ കഷ്ടമാണ് എന്റെ പപ്പേട്ട. ശ്രീദേവി വരുന്നു. എവിടെ? ആർത്തി കാണിക്കരുത്. റൊമാൻസിൽ ആർത്തി പാടില്ല. ശ്രീദേവി വരുന്നു എന്ന് സങ്കല്പിക്കുക. പപ്പേട്ടൻ ശ്രീദേവിയുടെ നേരെ വളരെ റൊമാൻറ്റിക് ആയിട്ട് നടക്കും. ശ്രീദേവി നോക്കി വളരെ റൊമാൻറ്റിക് ആയിട്ട് ചിരിക്കുന്നു. റൊമാൻറ്റിക് ആയിട്ടൊന്ന് ചിരിക്കുന്നു. ഇതാണോ ആ ചിരി? അയ്യേ, ദാ ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ട്. ഇത് തൂറാമുട്ടിന്റെ എക്സ്പ്രസ് ആണല്ലോ. അങ്ങനെ തോന്നി? അങ്ങനെ തോന്നുന്നു. വേണ്ട, വേറെ ചിരി തരാം, വേറെ ചിരി തരാം. എന്താ ബാലയോ? ഇങ്ങനെ എല്ലാത്തിനും കുറ്റം പറഞ്ഞാൽ ശരിയാവൂല. വേണ്ട, ശരിയാവൂല. വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു. ഇനി അവന് കുറ്റം പറയില്ല. പറയില്ല, പറയില്ല, പറ. വളരെ റൊമാൻറ്റിക്കാ. ഇപ്പൊ കയറി പിടിച്ച പോലെ നടക്കും. മോശം? എന്ത് മോശം? അത് വളരെ മോശം. ഈ പ്രേമിക്കുന്ന പെണ്ണെ കയറി പിടിക്കുന്ന. അയ്യേ, പെണ്ണിനെ കയറി പിടിക്കാനല്ല. ഈ സിറ്റുവേഷൻ വർക്ക്ഔട്ട് ചെയ്ത് അതിലൂടെ തൂങ്ങി കയറിയ കാര്യം നടക്കും. ഞാൻ പറഞ്ഞേ, ചെല്ലുന്നു. സാധാരണ കളയരുത്. നമുക്ക് ഒരുക്കി തരൂല ദൈവം. വേ ചെല്ല്. ശ്രീദേവി, ചറവ് അല്ല ചവറ് കളയാനായിരിക്കും വന്നതല്ലേ? അതെ. എന്റെ പപ്പട്ട കളയണ്ടേ? പിന്നെ കളയണം. ചവറ് കളയാനാണെങ്കിൽ കളയണം. കളഞ്ഞോളൂ. കളഞ്ഞല്ലേ? വെക്കുള്ളൂ, വെക്കുള്ളൂ. ചവറ് കളയാനല്ലാണ്ട് പിന്നെ പുഴി തിന്നാനാ? ചവറിന്റെ കാര്യം അന്വേഷിക്കാൻ പപ്പേട്ടനാര് മുനിസിപ്പാലിറ്റി ജീവനക്കാരാണോ? ഈ പ്രേമൊന്നും മുരടന്മാർക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. അല്ല, പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്കും പറയണമെന്ന് വിചാരിച്ചൊക്കെ മറന്നു. മലന്നുപോയി. അവള് വേറെ വല്ലതും വിചാരിച്ചു കാണും. പിന്നെ വിചാരിച്ചു കാണുമെന്ന്. ഇനി അടുത്ത സ്റ്റെപ്പ് ശ്രീദേവിക്ക് നന്നായിട്ട് പാചകമൊക്കെ ചെയ്യാൻ അറിയാലേ? ശ്രീദേവി ഉണ്ടാക്കുന്ന കറിക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാ. ശ്രീദേവി ഭാഗ്യവതിയാ. ഭാഗ്യവതിയോ? ഞാനോ? പിന്നെ ഈ പാചകം ചെയ്യാൻ അറിയാവുന്നത് ഭാഗ്യല്ലേ? അല്ലേ? ഇയാള് കാര്യം പറയാണ്ട്. അമ്മ പറയുന്നത് എനിക്കത്ര പാചകമൊന്നും അറിയില്ലെന്നാ. അതെ, അതും കറക്റ്റാ. അമ്മ പറഞ്ഞത് ശരിയാ. അല്ല, ഇതെന്താ ഈ മഞ്ഞൾ അരയ്ക്കാത്തത്? അല്ല, മഞ്ഞൾ അരയ്ക്കുന്നതിന് മുമ്പ് മല്ലി അരയ്ക്കണം. മല്ലിയും തേങ്ങായും കൂടി ഇങ്ങനെ വെച്ചിങ്ങനെ അരച്ചിട്ട് അല്ല അരക്കല്ല, ഇളക്കി നന്നായിട്ട് ഇളക്കണം. ഇളക്കിയല്ല അരക്കണ്ട. ഇയാളത് പാചകവിധി പഠിപ്പിക്കണം. പണ്ടൊക്കെ ഞാൻ അരച്ചിരുന്ന എങ്ങനെയാ? കുറെ നാളായിട്ട് ടച്ച് വിട്ടിരിക്കുക. എന്താ ചിരിക്കുന്നേ? കളിയാക്കാ? പഠിച്ചുണ്ടല്ലോ.
ഇനി കുറച്ചുകൂടി ചൂടാവ്, എന്നിട്ട് കഴുത്തി പിടിച്ച് ഞെക്ക്. അപ്പൊ പെട്ടെന്ന് പ്രേമിക്കും. വെറുതെ മനുഷ്യന് സമയം കളയാനായിട്ട് ഇന്നലെ രണ്ടൊരു കിണർ കൂത്തായിരുന്നു. ഹോ, എന്റെ പപ്പേട്ട, സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. കിട്ടിയ സാഹചര്യം കംപ്ലീറ്റ് ആയിട്ട് കൊളാക്കി. ഈ പ്രേമിക്കാനൊക്കെ ഒരു നാക്ക് വേണം, അറിയോ പപ്പേട്ട? അല്ല, ഈ പ്രേമിക്കുന്ന പെണ്ണിന്റെ മനസ്സില് കരിങ്കുരങ്ങിനെ പോലെ അള്ളി അള്ളി പിടിക്കണം. അത് നിന്നെ കൊണ്ടേ പറ്റുള്ളൂ. എന്ത്? ഈ കരിങ്കറി ചെയ്യുന്ന പണിയൊക്കെ ചെയ്യാം. ദേ, ഒരുമാതിരി ഇൻസൾട്ട് ചെയ്തിട്ടോ. ഒരു ഉപകാരം ചെയ്യാന്ന് വെച്ചാൽ മനുഷ്യനെ വെക്കട്ടെ കണ്ട് കയറിക്കോളും. എന്റെ പപ്പേട്ട, നിങ്ങൾ റൊമാൻസിൽ വളരെ വീക്കാണ്, വളരെ വീക്കാണ്. നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ഒരു പെണ്ണിനെ പ്രേമിക്കാൻ പോലും പറ്റില്ല. പ്രേമിക്കാൻ മാത്രമല്ല, കല്യാണം കഴിക്കാൻ പോലും പറ്റില്ല. ദുഷ്ടൻ, പരിക്കൻ. പോയോ? കുറച്ചൊക്കെ റൊമാൻറ്റിക് സെൻസ് വേണം. അല്ലാണ്ട് പപ്പേട്ടാ, പപ്പേട്ടാ, പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആർക്കെങ്കിലും ദേഷ്യം വരില്ലേ? പപ്പേട്ടാ, പപ്പേട്ടാ, എന്താ? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒറ്റ വഴിയുള്ളൂ. എന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാ, ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. കൈവിട്ട കളിയാണേ. അറ്റ കൈക്ക് ഒരു ഒറ്റമൂലി. അതെന്താണ്? നശിപ്പിച്ചു. നീ എന്താ കാണിച്ചത്? എന്താ പപ്പേട്ട? നീ അടുപ്പിട്ടാന്നറിയോ? പപ്പേട്ടൻ തന്ന പേപ്പർ എന്നിട്ടും കത്തുന്നില്ല. ആ കടലാസ് ഉള്ളത് എന്റെ മനസ്സുള്ള കാര്യങ്ങളാ. കഷ്ടപ്പെട്ട് എഴുതിക്കൊണ്ട് വന്നപ്പോ അത് അടുപ്പിടുക. നിനക്ക് അത്ര വിലയില്ലേ? ഇല്ലെന്ന് എടി പുല്ലേ, നീ ആരെന്നാ വിചാരം? എന്താ പപ്പേട്ട? നിന്നെ എനിക്ക് ഇഷ്ടാ, ഒരുപാട് ഒരുപാട് ഇഷ്ടാ.